ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വലിയ അഭിഷേകം വ്യക്തി ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതിനായി വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ഒരു രൂപാന്തരീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവിൽ, ഈ കാത്തിരിപ്പിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുക എന്നതിനെ ആസ്പദമാക്കി നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. പരിശുദ്ധാത്മാവ് പാപബോധം നൽകുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും ജനനം നൽകുന്നു. ഈ മേഖലകളെ നമ്മൾ കേട്ടു. ഇന്ന് പരിശുദ്ധാത്മാവ് സഹായകനാണ് എന്ന് യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ മേഖലകളെയാണ് നമ്മളൊന്ന് പരിശോധിക്കുക. നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കാം, പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നവര് മാത്രമായി കടന്നു പോകാതെ അതനുസരിക്കുന്നവരായി മാറി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുവാൻ സഹായകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അഭിഷേകം ഏലിയായിൽ നിറഞ്ഞതുപോലെ എലീശായിൽ ഇരട്ടിപ്പങ്ക് അഭിഷേകത്തോടുകൂടി കടന്നു വന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ആത്മാവിന്റെ അഭിഷേകത്തെ അവിടുന്ന് പകർന്ന് നൽകണമേ. കേൾക്കുന്ന വചനം ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധാത്മാവ് സഹായകനാണ്, ആശ്വാസകനാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 16 വാക്യം ഇങ്ങനെയാണ് നമ്മളോട് പറയുക: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. സഹായകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തു സകല ജനപദങ്ങൾക്കുമായി വാഗ്ദാനം ചെയ്യുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശിഷ്യന്മാരെ യേശുക്രിസ്തു ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ പോയാലും തൻ്റെ ശിഷ്യന്മാര് ഒറ്റയ്ക്കാകാതെ പരിശുദ്ധാത്മാവ് അവർക്കൊരു സഹായകനായി കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും എന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. യേശുക്രിസ്തു ഇവിടെ പിതാവിനോട് അപേക്ഷിക്കുന്ന നമുക്ക് ഒരു മധ്യസ്ഥനായി നിൽക്കുന്ന ഒരു തലം നമുക്കിവിടെ കാണുവാൻ പറ്റും, അല്ലെ? വളരെ കൃത്യമായി വചനം പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും, അല്ലെ, നിങ്ങൾക്കൊരു സഹായകനെ അയക്കുകയും ചെയ്യും. അപ്പം യേശു നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുക. ആരോട്? പിതാവായ ദൈവത്തോട്. അപ്പം നമുക്ക് ഒരു മധ്യസ്ഥന്റെ ഒരു റോളിലേക്ക് യേശുക്രിസ്തു കടന്നു പോവുകയാണ് എന്ന് നമ്മൾ ഇവിടെ തിരിച്ചറിയണം. റോമാലേഖനം 8 അധ്യായം 34 വാക്യം: മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് സെന്റ് പറയുക. യേശുക്രിസ്തു കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, തന്റെ ശരീരത്തിൽ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു റോളിലേക്ക്, ഏക മധ്യസ്ഥന്റെ റോളിലേക്ക് യേശുക്രിസ്തു മാറുകയാണ്. അതുപോലെ തന്നെയാണ് എബ്രായ ലേഖനം 7-ാം അധ്യായം 25 വാക്യത്തിലും ബൈബിള് പറഞ്ഞു വെക്കുക: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ആർക്ക്? യേശുക്രിസ്തുവിന്.
എന്നേക്കും ജീവിക്കുന്നവനായ യേശുക്രിസ്തു മാധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നു എന്നുള്ള ഉറപ്പ് ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പം യേശുക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ആർക്ക് കഴിവുണ്ട്? യേശുക്രിസ്തുവിന് കഴിവുണ്ട്. അപ്പം നമുക്കൊരു സഹായകനെ നൽകും എന്ന് യേശുക്രിസ്തു പറയുമ്പം ഈ സഹായകനും നമ്മളെ ഈ ഒരു മേഖലകളിലൊക്കെ സഹായിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ഒരു ബോധ്യം. മറ്റൊരു സഹായകൻ, അതാണ് പരിശുദ്ധാത്മാവ്. സഹായകൻ എന്ന വാക്ക് തന്നെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാനാണ് യേശുക്രിസ്തു ഉപയോഗിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:26 വരുമ്പോൾ, ഞാൻ പിതാവിന്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത് ആരാണ്? അതിന് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. ഒന്നുകൂടി ആ വചനം കേട്ടാൽ, യേശുക്രിസ്തു പിതാവിന്റെ അടുത്തു നിന്നും നമുക്ക് വേണ്ടി അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവത്തിൽ നിന്നും കടന്നു വരുന്ന പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം നൽകും എന്നാണ് ഇവിടെ യേശു പറയുക. യേശു സ്വർഗാരോഹണം ചെയ്താലും ആത്മാവിലൂടെ നമ്മുടെ ഒപ്പം തുടരുകയാണ്. സഹായകനായി, ആശ്വാസകനായി, ഉപദേശകനായി, ശക്തി നൽകുന്നവനായി, അങ്ങനെ പല മേഖലകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു സന്ദേശമാണ് നമുക്ക് തരിക. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് എല്ലാ മേഖലകളിലും നമ്മെ സഹായിക്കുന്ന ഒരു സഹായകനായി കൂടെയുണ്ട്. എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കും എന്നുള്ള ഉറപ്പ് തരുന്നത് യേശുക്രിസ്തുവാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളില് ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി ആവസിക്കുകയും, അല്ലെങ്കിൽ ആ ഒരു പദ്ധതി പൂർത്തീകരിക്കപ്പെടുമ്പോൾ പിന്നെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മളവിടെ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ സ്ഥിരമായി നിൽക്കുന്ന ഒരു സാധ്യതയും നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം 1 കൊരിന്ത്യൻസ് 3:16 നമ്മൾ വരുമ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമായി നമ്മളെ മാറ്റുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പരിശുദ്ധാത്മാവിന്റെ ആ സഹായകനായ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പം നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന ഒരു ദേവാലയമായി മാറുകയാണ്. ഈ ദേവാലയത്തെ നമ്മൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നമുക്കും അപകടകരമായ സാഹചര്യങ്ങൾ കടന്നു വരും എന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ പറയുന്നു, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്തപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൽ നമ്മളെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത ദൈവം യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രിതരാക്കി. അപ്പം ഈ രക്ഷ അല്ലെങ്കിൽ ഈ സദ്വാർത്ത അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലണം. നമ്മൾ കേൾക്കുകയും നമ്മുടെ ഹൃദയത്തിൽ അത് സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവുമായി യേശുക്രിസ്തു നമ്മളെ
മുദ്രിതരാക്കും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത് താൽക്കാലികമല്ല, അതൊരു നിത്യവാസമാണ്. അത് നമ്മളിൽ നിറഞ്ഞു നിൽക്കും എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാരുടെ വിഷമഘട്ടത്തിൽ ആശ്വാസമേകുവാൻ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. വിഷമഘട്ടത്തിൽ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും ഒരു വേദനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താ പറയുക, നമ്മളെയും ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരും. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന് യേശുക്രിസ്തു പറയുകയാണ്. എന്തിനാ നിങ്ങൾ വിഷമിക്കുന്ന, എന്തിനാ നിങ്ങൾ അസ്വസ്ഥമാകുന്നേ? നിങ്ങൾ എന്നിലൊന്ന് വിശ്വസിക്കുക, ദൈവത്തിലും ഒന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പം ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഇത് ഒരു പ്രോമിസാണ്. യേശു സ്വർഗത്തിലേക്ക് പോയി, പക്ഷെ നമ്മളെ അനാഥരാക്കിയിട്ടല്ല പോയത്. പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ നമുക്ക് തരികയാണ്. ഈ ആത്മാവ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കുക. ഇന്ന് വിഷമിച്ചിരിക്കുന്ന സമയമുണ്ടാകാം, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമുണ്ടാകാം, പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുക. ആ പരിശുദ്ധാത്മാവ് വരാതെ നമുക്ക് ശക്തി ലഭിക്കത്തില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 നമ്മളോട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് റോമാലേഖനം 8:26 പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ബലഹീനതയിലൂടെ നമ്മൾ കടന്നു പോയാൽ, അല്ലെ, സെന്റ് പോളിനോട് യേശു പറയുന്നുണ്ട്, നിനക്കെന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിൽ നിന്നെ ഞാൻ ശക്തിപ്പെടുത്തും. അപ്പം പ്രാർത്ഥനയിൽ നമുക്കൊരു ബലഹീനതയുണ്ടായാൽ അവിടെയും പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. എങ്ങനെയാണ്? വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ ചില നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാനും നമ്മളെ സഹായിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഓർക്കുക, പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വരികയാണ് എങ്കിൽ നമുക്ക് ഏതു സാഹചര്യത്തിലും എന്തിനും ഏതിനും സഹായകനായി ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകും. 4-മതായി, പരിശുദ്ധാത്മാവ് ഉപദേശകനാണ്. എന്തു കാര്യത്തിലും നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം. ഒരു വിൽ ഓഫ് ഗോഡ്, ദൈവത്തോട് നമുക്ക് ചോദിക്കാം. ബൈബിള് തുറന്നും അല്ലെ നമ്മൾ പ്രാർത്ഥിച്ചും നമ്മുടെ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ അതിനൊരു ഉത്തരം കണ്ടെത്തുവാൻ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പ്രാർത്ഥനയിൽ കാത്തിരുന്ന് ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. യേശു പറയുകയാണ്, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പം സഹായകനാണ്, ഇപ്പോൾ എന്തായി മാറി? ഉപദേശകനായി മാറി. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സഹായകൻ, ആ വാക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുക്കണം. അപ്പം അതിന് എന്താ പറയുക, പുതിയ അർത്ഥതലങ്ങളിലേക്ക് വരികയാണ്. ഉപദേശകൻ, ആശ്വാസകൻ, അഭിഭാഷകൻ, കൂട്ടുകാരൻ, വഴികാട്ടി, ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മളെ എന്താ പറയുക ഉപദേശിക്കുവാനും സഹായിക്കുവാനും പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. യേശു തൻ്റെ ആത്മാവിനെ നമ്മളോടൊപ്പം ഒരു ഉപദേശകനായി അയച്ചു തരികയാണ്. നമുക്ക് ആ ഉപദേശകന്റെ എന്താ പറയുക ഉപദേശം തേടാം, നിർദ്ദേശം തേടാം. റോമാലേഖനം 8:26 നമ്മൾ കണ്ടു, ബലഹീനതയിൽ സഹായിക്കുന്നു, അല്ലെ, പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു. നമ്മൾ തളരുമ്പോൾ ആത്മാവ്
കരുത്തേകി നമ്മളെ സഹായിക്കുകയാണ്. എല്ലാം പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഒരു ഗുരുവിനെ പോലെ നമ്മുടെ കൂടെ, ഒരു അധ്യാപകനെ പോലെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ എല്ലാം പഠിപ്പിക്കും. വചനത്തിലെ ചില സത്യങ്ങൾ, ദൈവത്തിന്റെ ഹിതം എന്തെന്നുള്ളത്, നമ്മൾ കടന്നു പോകുന്ന വഴികൾ ശരിയാണോ അല്ലയോ എന്നുള്ളത്, ഇതെല്ലാം ആത്മാവ് മുഖേന നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് 1 കൊരിന്ത്യൻസ് 2:10 സെന്റ് പോൾ അത് പറയുകയാണ്. നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. നമ്മൾ ദൈവത്തിന്റെ ആത്മാവുമായി നമ്മുടെ ആത്മാവ് കണക്റ്റ് ആകുന്ന ഒരു സാഹചര്യം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഉള്ളിലുള്ള നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് വെളിപ്പെടുത്തി തരും. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അസാധ്യമായ കാര്യങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്ത കാര്യങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തി തരും. അത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തത്, കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്തത്, മനുഷ്യന്റെ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ വൻ കാര്യങ്ങൾ, ദൈവത്തിന്റെ നെഞ്ചിലിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ പോലും, ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുന്നതും വെളിപ്പെടുത്തി നമുക്ക് തരുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവ നമ്മളെ ഉപദേശിക്കുന്നത്, ആ ആത്മാവ നമ്മളെ സഹായിക്കുന്നത്. ഇതൊന്ന് തിരിച്ചറിഞ്ഞ് നമുക്കൊന്ന് ജീവിക്കാൻ പറ്റിയാൽ അത് അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കും. ഹല്ലേലൂയ. സകലതും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുമെന്നാണ് പറയുക. അപ്പം നമ്മൾ പലതും മറന്നു പോകുന്ന സ്വഭാവം, അല്ലെങ്കിൽ പലതും നമ്മൾ വിസ്മരിക്കുന്ന ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പറയേണ്ടതിനെ എടുത്തുകൊണ്ട് പോകുന്ന ചില നെഗറ്റീവ് സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസുകളൊക്കെ നമ്മുടെ ലൈഫിൽ കടന്നു വരാം. അപ്പം ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, നമ്മൾ മറന്നു പോകുന്ന ചില മേഖലകളെ ശരിയായ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയും, അതായത് പ്രാർത്ഥനയുടെ സമയത്താകാം, പ്രതിസന്ധി ഘട്ടങ്ങളിലാകാം, നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പ്രസംഗിക്കുന്ന സമയത്താകാം, ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്താകാം, എവിടെ എങ്ങനെ എന്ത് പറയണമെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൃത്യസമയത്ത് ഓർമ്മിപ്പിക്കുമെന്നാണ് ബൈബിൾ പറയുക. അപ്പൊ ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് നമുക്കവിടെ കാണുവാൻ പറ്റുക. ത്രിയേക ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമുക്കവിടെ കാണുവാൻ പറ്റും. അപ്പൊ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പിതാവായ ദൈവമാണ്. അത് യേശുക്രിസ്തുവാകുന്ന പുത്രന്റെ നാമത്തിൽ അയക്കുന്നു. ആത്മാവ് ലോകത്തിലേക്ക് കടന്നു വരുന്നു. സഹായകനായി, ഉപദേശകനായി നമ്മുടെ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നും കേട്ട കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളെ പലതും കൃത്യസമയത്ത് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആ ത്രിത്വിക ഭാവം, ആ 3 വ്യക്തിത്വങ്ങൾ നിലനിൽക്കുന്നത് നമുക്കിവിടെ കാണുവാൻ പറ്റും. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതിനൊരു ഉദാഹരണം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:19 അവസാന ഭാഗത്ത് സ്വർഗാരോഹണം ചെയ്ത സമയത്ത് സകല ലോകത്തും പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തണമെന്ന് പറയുമ്പം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ ജ്ഞാനസ്നാനം കഴിപ്പിക്കണം എന്നാണ് പറയുക. അപ്പം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് സഭയുടെ അധ്യാപകനാണ്. എന്ന് വെച്ചാൽ സഭയെ നയിക്കുന്നതും പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് നമ്മളുടെയും അധ്യാപകനാണ്, ഉപദേശകനാണ്, സഹായകനാണ്. എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും ഒക്കെ പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലന്മാർക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ
ധൈര്യം കൊടുത്തതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ സഭയുടെ നേതൃത്വം, അപ്പസ്തോലന്മാരുടെ നേതൃത്വം, നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ആത്മീയ സാന്നിധ്യമാണ് ഇന്ന് നമുക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ഒരു സമയത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. ഇതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാത്തിരിപ്പിന്റെ, ഈ ഒരുക്കത്തിന്റെ സമയത്ത് ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി സംവേദിക്കുവാൻ, സംസാരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അത് വചനം വായിക്കണം. വചനം വായിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വെളിപ്പാടുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഒരാൾക്ക് ലഭിക്കുന്ന ഒരു ആംഗിളിൽ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് വചനം വായിക്കുമ്പം അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ മനസ്സിലാകുക. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, ഇന്ന് ഈ വചനം എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ക്രിയ ചെയ്യുക, എങ്ങനെയാണ് എൻ്റെ ദൈവം എൻ്റെ ലൈഫിൽ ഇടപെടുക. അപ്പൊ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരു ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുക, പിള്ളേരുടെ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ജോലിയുമായി ബന്ധപ്പെട്ടാകാം, മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാകാം. അങ്ങനെ നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്യണമോ വേണ്ടയോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കണം, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഇരിക്കണം, മുട്ടും മടക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ, എന്നിട്ട് ദൈവത്തിന്റെ വചനം എടുക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കും, അല്ലെങ്കിൽ നമുക്ക് ശരിയായ ദിശയിൽ നമ്മൾ പോകുവാൻ, ചിന്തിക്കുവാൻ എല്ലാം ഹോളി സ്പിരിറ്റ് നമ്മളെ സഹായിക്കും. അപ്പം ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുക. അതുകൊണ്ട് ഇവിടെ തിരിച്ചറിയേണ്ടത്, ഒരിക്കലും നമ്മളെ പരിശുദ്ധാത്മാവ് ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയുമില്ല. ലോകം നമ്മളെ തള്ളിക്കളഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും, പരിശുദ്ധാത്മാവ് നമ്മളെ, യേശുക്രിസ്തു നമ്മളെ ഒറ്റപ്പെടുത്തത്തില്ല, തള്ളിക്കളയത്തില്ല. അത് ഉറപ്പായിട്ടും യോഹന്നാന്റെ സുവിശേഷം 14:18 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ. ഇത് മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന എന്താ പറയുക സഹായകനാണ്, ഉപദേശകനാണ്, സത്യത്തിലേക്ക് നയിക്കുന്നു, ശക്തി നൽകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുമ്പം ഇനി നമ്മൾ പഠിക്കേണ്ടത്, അഞ്ചാമതായി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് സത്യത്തിലേക്കാണ്.